ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്തായിരിക്കുമെന്ന്. അത് തന്നെ സേമിയ പായസം കേട്ടോ. ഒത്തിരി ദിവസമായി വെർമിസെല്ലി മേടിച്ച് വെച്ചിട്ട് ഓരോന്നും ഓരോ പ്രാവശ്യമായിട്ടാണ് മേടിച്ചത്. അപ്പം ഞാൻ സത്യത്തിൽ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ടാണ് വെർമിസെല്ലി മേടിച്ചത്. പക്ഷേ ഇവിടെ അങ്ങനെ ആർക്കും വലിയ പ്രിയമില്ലാത്തൊരു ആഹാരം ആയതുകൊണ്ട് അതുണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ടൊരു പായസം കുടിക്കണം എന്നൊരു ക്രേവിങ്സ് വന്നു. എന്നാൽ ഇന്ന് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാലും ഏലക്കയും മുന്തിരിയും കശുവണ്ടിയൊക്കെ ഇന്നലെ വൈകിട്ട് റജ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വെർമിസെല്ലി ഇത് റോസ്റ്റഡ് വെർമിസെല്ലിയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ വറക്കാനായിട്ട് നിന്നില്ല. അപ്പം നമ്മൾക്ക് ചുവട് കട്ടിയുള്ള, അതുപോലെ തന്നെ പ്രത്യേകം പായസം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം നല്ല രീതിയിൽ വൃത്തിയായിട്ടുള്ള പാത്രമായിരിക്കണം, ഇല്ലെങ്കിൽ പാലൊഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉരുളി വെച്ച് നെയ്യ് ഒഴിച്ചു, കശുവണ്ടിയും മുന്തിരിയും ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തു. എന്നിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. കാരണം പൊതുവേ നമ്മൾ വെർമിസെല്ലി പാലിനകത്തിട്ട് വേവിച്ചിട്ടാണ് ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പാല് കുറുകി വരുന്നതിനനുസരിച്ച് നമ്മൾ പാല് ചേർത്തുകൊണ്ടേയിരിക്കണം. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ പാല് കരുതുകയും വേണം. അപ്പോൾ അതുകൊണ്ട് അതൊഴിവാക്കാനായിട്ട് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് നോക്കിയതാണ്. ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടിരുന്നു, ആ ഒരു വീഡിയോ വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതാ മുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, വെർമിസെല്ലിയും കുറച്ചേ ഉള്ളൂ. ഞങ്ങൾക്ക് 4 പേർക്ക്, കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് കൊടുക്കുകയാണ്. അവർ കഴിക്കുമെന്നറിയില്ല. ഇളയാൾ കഴിക്കായിരിക്കും, മൂത്തയാൾ വലിയ പിടിയില്ല. എങ്കിലും കൊടുത്ത് നോക്കണം എങ്ങനെയെങ്കിലും വായിക്കകത്ത്. ഞാൻ ഇവർ കഴിക്കാത്ത ആഹാരം കൊടുക്കുന്നത് മറ്റു മരുന്ന് കൊടുക്കുന്നത് പോലെ വായിക്കകത്തേക്ക് ബലം പ്രയോഗിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മുന്തിരിയും കശുവണ്ടിയൊക്കെ നമ്മൾ വറുത്തെടുത്തു. ഇനി അതേ നെയ്യിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതേ നെയ്യിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ കാരമലൈസ് ചെയ്യുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, ഞാൻ ഈ രീതിയിൽ ആദ്യമായിട്ടാണ് വെച്ച് നോക്കുന്നതെന്ന്. അപ്പോൾ പായസത്തിന് ഒരു ബ്രൗണിഷ് കളറും കൂടെ വരും. അപ്പോൾ ഇതാ കാരമലൈസ് ചെയ്ത് അത്രയും പഞ്ചസാര ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ വന്നിട്ട് ഈ ഒരു ബ്രൗൺ കളറിൽ വന്നു. നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം, ചോട് പിടിക്കാതെ. ഇപ്പം നെയ്യും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം അടിയിൽ പിടിക്കുന്നില്ല, എങ്കിലും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊതുവേ ഈ ഒരു സ്ഥാനത്ത് പാലൊഴിക്കേണ്ടവർക്ക് പാല് കയ്യിൽ ആവശ്യത്തിനുള്ളവർക്ക് പാലൊഴിക്കാം. അല്ലാന്നുള്ളവർക്ക് ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 4 കപ്പ് വെള്ളത്തിനകത്ത് കിടന്നുകൊണ്ട് സേമിയ, അതായത് വെർമിസെല്ലി വേകാൻ വേണ്ടിയിട്ട് ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ ഈ 4 കപ്പ് വെള്ളത്തിനകത്ത് കിടന്ന് വെർമിസെല്ലി വേകട്ടെ. അപ്പം ഇതിലേക്ക് നമുക്ക് ഏലക്ക ചതച്ചത്, അല്ലെങ്കിൽ ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിലിട്ടടിച്ച് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെ പൊടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ചായയൊക്കെ ഇടുമ്പം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ഏലക്കയും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. മധുരം ഇപ്പം നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഏറ്റവും ലാസ്റ്റ് നമുക്ക് മധുരം നോക്കാം. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ വെർമിസെല്ലി ഒന്ന് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പാല് പിരിഞ്ഞു പോകുന്നുള്ള പേടിയും വേണ്ട, വെർമിസെല്ലി നന്നായിട്ട് വേകുകയും ചെയ്യും. നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലുള്ള പാല് മതിയാവും, ഇതിലേക്ക് പിന്നെ നമുക്ക് കുറുക്കിയെടുത്താൽ മതി. അപ്പം ഈ വെർമിസെല്ലി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ പാല് ചേർക്കാവുന്നതാണ്. ഒന്നുകൂടെയും നിങ്ങൾക്ക് ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ നോക്കിയിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ ഏലക്കാപ്പൊടി നിങ്ങൾക്ക് അന്നേരമാണെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ 1/2 ലിറ്റർ പാലിപ്പോൾ ചേർത്തു. ആകെ ചേർത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. 1/2 ലിറ്റർ പാലിപ്പോൾ ചേർത്തു. ആ ഒരു പാല് ഒന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് എന്തുമാത്രം പാൽ ഇനി ആവശ്യമുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത കുറച്ച് പാലും കൂടെ നമുക്കതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് 1/2 ലിറ്റർ വീതം ചേർത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് മധുരം നോക്കണമെങ്കിൽ മധുരം നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഈ 2ാമത് പാലും കൂടെ ചേർത്തിട്ട് മധുരം നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണെങ്കിലും നോക്കാം. അപ്പോൾ ഞാൻ 2ാമതും പാല് ചേർത്തിട്ടുണ്ട്. ഇനി പാലിച്ചിരി കൂടിപ്പോയി, അപ്പോൾ അതൊന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും കശുവണ്ടിയും എല്ലാം ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാം. ഇതിനകത്ത് പലരും കസ്കസ് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല എന്നിട്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് കേട്ടോ. അതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാമേ. അപ്പോൾ ഇതാ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല കളറും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്